ഇപ്പോൾ ചർച്ചാ വിഷയം ഒന്നേ ഉള്ളൂ. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? 102 സീറ്റുകൾ നൽകി UDFനെ മലയാളി നെഞ്ചേറ്റിയിരിക്കുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണം കൈപ്പിടിയിലായ സന്തോഷത്തിലാണ് അണികൾ. പക്ഷേ ആ കസേരയിൽ ആരിയ്ക്കും എന്ന കാര്യത്തിൽ വോട്ടർമാരെക്കാൾ ആകാംക്ഷ ഇപ്പോൾ ഗ്രൂപ്പ് നേതാക്കൾക്കാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രധാനമായും 3 പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ആദ്യത്തേത് ശ്രീ VD സതീശൻ. 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിനെ വിറപ്പിച്ച പോരാളി. അദ്ദേഹത്തിന് കിട്ടണമെന്നാണ് ഒരു വിഭാഗം. രണ്ടാമത്തേത് ശ്രീ രമേശ് ചെന്നിത്തല. ഞാൻ അന്നും റെഡിയാണ്, ഇന്നും റെഡിയാണെന്ന ഭാവത്തിൽ നിൽക്കുന്ന പരിചയസമ്പന്നൻ. മൂന്നാമത്തെ പേരാണ് ശ്രീ KC വേണുഗോപാൽ. ദില്ലിയിൽ നിന്ന് പറന്നിറങ്ങിയ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ദില്ലിയിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം വാങ്ങി വന്നതാണോ എന്നാണ് ചോദ്യം. UDFന്റെ ഒരു രീതി നമുക്കെല്ലാം അറിയാമല്ലോ. ഭരണം കിട്ടുന്നതിന് മുമ്പ് കാണിക്കുന്ന ആ ഒരു ഐക്യം വിജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പകുത്തു മാറാനുള്ള തത്രപ്പാടായി മാറും. ഇതിനെയാണല്ലോ നമ്മൾ ഗ്രൂപ്പ് കളി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് വരണമെന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡ് എത്തുന്നതിന് മുമ്പേ തന്നെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ ജനകീയ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന ഫ്ലെക്സുകൾ ഉയർന്നു കഴിഞ്ഞു. ഓരോ ഗ്രൂപ്പിനും അവരവരുടെ മുഖ്യമന്ത്രിമാരുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി അല്ല, പകരം ഒരു റൊട്ടേഷൻ സിസ്റ്റം ഏർപ്പെടുത്തുന്നതാകും UDFന് നല്ലത്. തിങ്കൾ മുതൽ ബുധൻ വരെ ഒരാൾ, വ്യാഴം മുതൽ ശനി വരെ മറ്റൊരാൾ. ഞായറാഴ്ച മാത്രം ഗ്രൂപ്പ് വഴക്കിനായി മാറ്റിവെക്കാം. തമാശകൾ മാറ്റി നിർത്തിയാൽ ഈ വിജയം UDFന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഇത് വെറും ഒരു ഭരണമാറ്റമല്ല, മറിച്ച് മലയാളി നൽകിയ അവസാന അവസരമാണ്. 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം ജനങ്ങൾ UDFനെ വിശ്വസിച്ചത് പരസ്പരം പോരടിക്കാനല്ല, മറിച്ച് നാടിനെ നയിക്കാനാണ്. മുഖ്യമന്ത്രി ആരായാലും അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെയോ സമുദായത്തിന്റെയോ പ്രതിനിധി ആയിരിക്കരുത്. കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ വടംവലിയിൽ ജനങ്ങൾ നൽകിയ ഈ വലിയ ഭൂരിപക്ഷം വിസ്മരിക്കപ്പെടരുത്.